ബാക്കി ഈ ഉണ്ടായിരുന്ന മറ്റ് വാതകങ്ങൾ സംയോജിച്ചിട്ടാണ് വ്യാഴവും ശനിയും പോലെയുള്ള വാതക ഭീമന്മാരായ ഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. അവസാനമായി രൂപീകരിക്കപ്പെട്ട പാളികൾ തടുത്തുറഞ്ഞാണ് ഭൂമിയുടെ കട്ടിയുള്ള പുറന്തോട് രൂപപ്പെടുന്നത്. ഈ കട്ടിയുള്ള പുറന്തോടിന് ഭൂമിയിലെ മറ്റ് പാളികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കട്ടിക്കുറവ് തീർത്തതുമായതിനാൽ ഫലകങ്ങൾ പോലെ കാണപ്പെടുന്നു. ഈ ഫലകങ്ങൾ പോലെ കാണപ്പെടുന്ന പാളികളാണ് ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് കട്ടി കുറവും വിവർത്തവും കനം കുറഞ്ഞതുമായതിനാൽ ഫലകങ്ങൾ പോലെ കാണപ്പെടുകയും വിവിധ കഷ്ണങ്ങൾ പോലെ ഇരിക്കുകയും ചെയ്യുന്നു. ഒരു പസിലിന്റെ മാതൃകയിൽ മാഗ്നയ്ക്ക് മുകളിൽ ഇങ്ങനെ വെറുതെ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വെള്ളത്തിൻ്റെ പോലെ സംഘടന പൊങ്ങിക്കിടക്കുന്നത്. അതുപോലെ മിക്ക കട്ടി കുറവും കനം കുറവും ചില മാഗ്നയ്ക്ക് മുകളിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ചില പൊങ്ങിക്കിടക്കുന്നത് മൂലം ഇവ പരസ്പരം ഒഴുകി നടക്കുന്നു. ഒഴുകി നടക്കുന്നതിൻ്റെ ഭാഗമായി ഇവ തമ്മിൽ ഒന്നൊരു കൂട്ടിയിരിക്കുകയോ അല്ലെങ്കിൽ അകന്നു പോവുകയോ ചെയ്യുന്നു. അതിൻ്റെ പരിണത ഫലമായിട്ടാണ് പഴയ വൻകരകൾ നശിച്ചു പോവുകയോ അല്ലെങ്കിൽ ദ്വീപുകൾ നശിച്ചു പോവുകയോ ചെയ്യുന്നത്. അതിൻ്റെ സ്ഥലത്ത് പുതിയ വൻകരകളും ഇവകളും പ്രത്യക്ഷപ്പെടുന്നതും ഈ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കത്തില്ല. ഇന്നും നടക്കുന്ന ഒരു പ്രതിഭാസമാണെങ്കിൽ പോലും ഇത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നത് സാധ്യമായ കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കയ്യിലെ നഖം വളരുന്ന തോതിലാണ് ഈ ഫലകങ്ങൾ പരസ്പരം ചലിക്കുന്നത്.